തിങ്കളും തരങ്ങളും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ആയല്ലോ വീഡിയോയിലൊക്കെ വന്നിട്ട്. എന്താ തിരക്കല്ലേ? വീഡിയോയില് വരാത്ത വേറൊന്നല്ല, ക്യാമറമാൻ ജിതേഷ് പാലക്ക് വീഡിയോ. മൂപ്പര് കുറച്ച് ഡ്യൂട്ടിയുടെ തിരക്കിലായി, പിന്നെ ഞങ്ങക്ക് പണിയുണ്ടായി. അപ്പൊ ഇപ്പൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞേക്കണേ. അപ്പൊ ഇനി മുതൽ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒന്നരാട് അല്ലെങ്കിൽ ആഴ്ചയിൽ വന്നുകൊണ്ടിരിക്കും. സടകുട മീഡിയ ഇനി തിരിച്ചു വരികയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നവരെ ഇനി വരിക. അതെ, പിന്നെ വേൾഡ് കപ്പ് അല്ലേ, ഫുട്ബോളിനെ കുറിച്ച് ഞാൻ അളിയനോട് രണ്ട് കാര്യം ചോദിക്കട്ടെ. അതിനു മുന്നേ വീഡിയോയിൽ ഞങ്ങളെ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ? ഞങ്ങൾ നല്ല കളറുള്ള ആൾക്കാരാണ്, അതിമനോഹരമായിട്ട് പിന്നെ അളിയന്റെ ഫേവറേറ്റ് ടീം ഏതാ? ഫേവറേറ്റ് ടീം എന്ന് പറഞ്ഞാല് ഞാൻ അങ്ങനെ ഒരുത്തിനെ ആരാധിക്കില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഓരോരുത്തർ കളിക്കണ്, ജയിക്കണ്, സമ്മാനം മേടിച്ച് പോകണ്. അപ്പൊ ആരാധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഫുട്ബോൾ ഇഷ്ടമാണ്. ഫുട്ബോൾ കളി ഇഷ്ടമാണ്. ക്രിക്കറ്റിനോട് എനിക്ക് താല്പര്യമില്ല. ക്രിക്കറ്റ് താല്പര്യമില്ല? കൂടുതൽ ഇഷ്ടം ഫുട്ബോളാണ്. അത് ഞാൻ ചെറുപ്പത്തിലെ ആ കളി കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ട കളിയാണത്. അത് ഞാൻ കളിക്കാനും പോയായിരുന്നു. ശരിക്കും ജനകീയം, സ്പോർട്സിൽ ജനകീയ ഏറ്റവും കൂടിയത് ഫുട്ബോൾ തന്നെയാണ്. ബാബട്ടൻ കണ്ടത് ഇറങ്ങിയാലേ നല്ല കൊട വിടും ഈ ബോൾ കൊണ്ട്. എങ്ങനെ കൊട പറഞ്ഞ നല്ല ഉയരത്തിൽ. അതാണ് ഇവിടെ നാട്ടിൽ അങ്ങനെ പറയാല്ലേ? അതെ അതെ അതെ. ഞങ്ങളവിടെ എന്താ പറയാ, പനടിക്കുക. നല്ല പൊന്തി പൊങ്ങല് പോകും. ഏറ്റവും മേലേക്ക് പോണ ആളെ നോക്കിട്ട് ഫസ്റ്റ് അടിക്കുക, അങ്ങനെ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ ആദ്യമായിട്ട് കണ്ട വേൾഡ് കപ്പ് ഏതാ? ഫസ്റ്റ് കളി കണ്ടത് ഏത് വർഷം പറയാറ്റോ? ഫസ്റ്റ് കണ്ടത് ഏത് വർഷത്തിൽ എനിക്കറിയില്ല. അത് കാണാൻ പോയത് പെരുമണ്ണൂർക്കാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് ഗോപാലകൃഷ്ണനോട് കളി കാണാൻ പോയത് പെരുമണ്ണൂർ എന്ന് പറഞ്ഞാല് ടി.സി. ഉണ്ണികൃഷ്ണേട്ടൻ പറയും. മൂപ്പര് വേറെ താമസിക്കുന്നത് തോന്നുന്നുണ്ട്. മൂപ്പരെ വീട്ടിലാണ് ഞാനൊന്ന് കളി കാണാൻ പോയത്. നല്ല വർഷങ്ങളോളായിട്ടാണ്. അത് ഏതാ കൊല്ലം എനിക്ക് അറിയില്ല, പക്ഷെ ഞങ്ങളോട് കളി കണ്ടിട്ടുണ്ട്. ആ കാര്യക്ക് ഉറപ്പാണ്. പിന്നെ കണ്ടത് കോഴിക്കോട് ഞാൻ ചെറിയച്ഛൻ്റെ മക്കളുടെ കൂടെ, അച്ഛൻ്റെ അനിയൻ്റെ മക്കളുടെ കൂടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പണിയെടുക്കുന്ന സമയത്ത് ലോകകപ്പ് കളിയുടെ ടൈമിനെ ഞാനവിടെ പണിയെടുത്തായിരുന്നു. അപ്പോൾ അന്ന് അവരെ വീട്ടിൽ ടി വി ഒന്നും ഇല്ല. അവരെ വീട് ചെറിയ നെടുമ്പരായി. അപ്പോൾ അതിൽ ടി വിയും കാര്യങ്ങളൊന്നും ഇല്ല. പുതിയ പെരപ്പണി നടന്നായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ അതിൻ്റെ താഴയിൽ ഒരു വീടുണ്ട്. ആ വീട്ടിലാണ് അന്ന് ഞങ്ങളും ഏട്ടൻ പിന്നെ ഞാൻ എല്ലാം പോയിരുന്നില്ലേ കളി കാണാൻ? അവിടുത്തെ ഏട്ടനും പിന്നെ മുപ്പര് അനിയനും ഞാനും കൂട്ടി കളി കാണാൻ പോയത് അങ്ങോട്ട്. മൂന്നാമത്തെ പോയിരുന്നു. അന്ന് അവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം. നമുക്ക് ഏത് വർഷം ആദ്യം കണ്ടെന്ന് ഓർമ്മയില്ല, പക്ഷെ അന്ന് ഏറ്റവും പ്രശസ്തരായ കളിക്കാരായിരുന്നു വല്ലവരും ഓർമ്മ ഉണ്ടോ? മാറഡോണ അല്ലെങ്കിൽ ഗരിഞ്ച, വാവ, റിവാൾഡോ, റൊണാൾഡോ, റൊമാരിയോ, അങ്ങനെ ആരും ഓർമ്മയില്ല? കളിക്കാരൻ ഇല്ലല്ലേ? എനിക്കും അങ്ങനെ തന്നെ. കളിയില് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും താരത്തിനോട് ഇഷ്ടമുണ്ടോ കൂടുതൽ? താരത്തിന് ഇഷ്ടം ചോദിച്ചാല് ഇപ്പോഴല്ല, പഴയ കളിക്കാരിൽ ആരെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഇഷ്ടമില്ല. ഇപ്പോഴല്ലോ? ഇപ്പോഴുള്ളതിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല കളിക്കാര് മെസ്സി, അതേപോലെ ആ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, പിന്നെന്താ നെയ്മർ, പിന്നെന്താണ് പിന്നെ ഹാരി കെയ്ൻ ഉണ്ട് ഇംഗ്ലണ്ടിന്റെ. ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിന്റെ കളിക്കാറുണ്ട്, നല്ല കളിക്കാരനാണ്. എംബാപ്പ, റൊണാൾഡോ, മറ്റേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അവരൊക്കെ ആ നാട്ടിലേക്ക് നല്ല സഹായമുള്ള ആൾക്കാരൊക്കെ. അത് ഞാൻ പുറമെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ കളിച്ചിട്ട് കുറേ പൈസയും കാര്യങ്ങളിട്ട് അവർ ജനങ്ങൾക്ക് സഹായം നല്ലോണ്ടെന്ന് പറയുന്നത്. ഈ അർജന്റീന മെസ്സി കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. മെസ്സി ചെയ്യുന്നൊക്കെ ഉണ്ട്. അത് അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റ് മുഖാന്തരം. അല്ലാതെ അയാളുടെ പേരിൽ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണ് ഞാനും കേട്ടിരിക്കുന്നത്. ചെയ്യാതിരിക്കില്ല, ചിലർ പബ്ലിക്കാക്കും, ചിലർ രഹസ്യമായിട്ടായിരിക്കും. ഒരു മലയാളി താരം ലോകകപ്പിൽ കളിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഖത്തർ ടീമിൽ അല്ലേ? എന്താ അദ്ദേഹത്തിന്റെ പേര്? സഹൽ. നല്ല നല്ല കളിക്കാരനാ. പിന്നെ അപ്പോൾ ഇന്ത്യക്കും കേരളത്തിനും അഭിമാനിക്കാം അല്ലേ? കേരളത്തിലെ ഒരു മലയാളി ലോകകപ്പിൽ കളിക്കാന്ന് പറഞ്ഞാൽ നാഷണൽ ടീം കളിക്കുന്നില്ലെങ്കിലും ഒരു ഇന്ത്യക്കാരൻ പോയിട്ട് ഖത്തർ ദേശീയ ടീമിൽ കളിക്കുക, അംഗമായിട്ട് കളിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തില് അതും ഒരു മലയാളി നല്ല അഭിമാനമുണ്ട്. പിന്നെ ഈ നാട്ടിൽ കാണുന്ന ഫ്ലെക്സുകൾ വെച്ചിട്ടുള്ള ആ ഒരു മത്സരത്തിനോട് എന്താ പറയുന്നത്? റോഡ് നിറച്ച് അവിടെ ഇവിടെയൊക്കെ മത്സരിച്ച് വയ്ക്കുകയാണ് കൂറ്റം കെട്ടോട്ട്. ഒരു ടീം
40 അടിയുള്ള വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം 45 അടിയുള്ള കട്ടൗട്ട് വെക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അതെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയുക, അത് ആ ടീമിനെ ആരാധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇവർക്ക് അതിനൊരു ഉപകാരവും ഇല്ല. അത് കളിയുടെ ഒരു ഇതല്ലേ, ആവേശം കാണിക്കാൻ. ആവേശം തന്നെ. അല്ല, അത് പലർക്കും പല അഭിപ്രായമുണ്ട്. ഞാൻ ബാബുളേൻ്റെ അഭിപ്രായം ചോദിക്കുകയാണ്. എന്താ വെച്ചാൽ ഈ ഫ്ലെക്സൊക്കെ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വേൾഡ് കപ്പ് കഴിഞ്ഞാൽ വെച്ചവർ അഴിച്ച് മാറ്റണം, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. കഴിഞ്ഞ തവണ തന്നെ ചില ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ മഴ നനഞ്ഞിട്ട് പിന്നീട് പ്രകൃതിക്ക് ദോഷമായി മാറുന്നത് ഫ്ലെക്സ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മളെന്ന് പറഞ്ഞാലേ വല്ല കല്യാണം അല്ല വീട് അയച്ച കല്യാണം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പന്തൽ കേട്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഈ പരിപാടി കഴിഞ്ഞാൽ അയക്ക് ആരും ഉണ്ടാവില്ല. അതന്നെയാണ് സ്ഥിതി. അതാണ് ഇതിന്റെ സ്ഥിതി. അത് അയക്കണമെങ്കിൽ ആ വീട്ടിലത്തെ കാരണന്മാർ അവരുടെ മക്കളും കൂടി അയക്കുക, വണ്ടി കയറ്റി കൊണ്ട് മറ്റേ പോലെ ആൾക്കാരുണ്ടാവും. കൂട്ടുകാരും നാട്ടുകാരൊക്കെ കളം കാലിയാക്കി ഉണ്ടാവും. അവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞാൽ അവര് പോകും. പിന്നെ അവരോട് അയക്കണം പറഞ്ഞാൽ അതേ ഇടയ്ക്ക് അങ്ങോട്ട് പോകണ്ട, അപ്പൊ സമയമില്ല, ഞാൻ പിന്നെ വരാം. അപ്പൊ എന്താ ഇവിടെ അയച്ചെടുത്ത് കൊണ്ടുവരുന്ന ടൈം ആയിണ്ടാവും. അപ്പൊ എന്താ ഈ അവരെന്നെ അയക്കുക, വണ്ടി കയറ്റി കൊണ്ടുപോകും. അതുപോലെ തന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും റോഡ് സൈഡിലും ടൗണുകളിലൊക്കെ കാണാൻ പോകുന്ന ഫ്ലെക്സ് യുദ്ധത്തിന്റെ അവസ്ഥയും. വെക്കാൻ 100 പേരുണ്ടാവും, അയക്കാൻ നേരത്തെ 2 പേരോ 3 പേരോ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത് പോരാ, വെച്ച ആളുകൾ തന്നെ എല്ലാവരും വന്നിട്ട് സഹായിച്ച്. ഇത് വെക്കുമ്പോൾ ആരുണ്ടായിരുന്നു വെച്ചാല് അവരല്ല, അവര് 2-3 ആൾക്കാരും കൂടി കൂടിയിട്ട് പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കുക. ഏറ്റവും ഭംഗിയുള്ള കാര്യമല്ല അത്. ഇന്നത്തെ മാച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്ന് ബ്രസീൽ ഇറങ്ങുന്നുണ്ട് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡേറ്റ് പറഞ്ഞിരുന്നത് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ചലിക്കാളല്ലേ, ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും വീഡിയോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നില്ല. എൻ്റെ ഫേവറേറ്റ് ടീം അർജന്റീന കേട്ടോ. അർജന്റീന കഴിഞ്ഞാൽ ബ്രസീലാണ്, ബ്രസീൽ കഴിഞ്ഞാൽ സ്പെയിൻ, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എന്നും ഫേവറേറ്റ് അർജന്റീനയാണ്. അത് മാറഡോണയുടെ കളി കണ്ടിട്ടാണ് 90-ലെ ലോകകപ്പിൽ കണ്ടിട്ടാണ് ഞാൻ അർജന്റീന ഫാൻസ് ആയത്. പിന്നെ ഇപ്പം മെസ്സി. എനിക്ക് അർജന്റീന എല്ലാ കളിക്കാരും ഇഷ്ടമാണ്. ഗബ്രിയൽ മാലാകാറുണ്ട്, ബാറ്റിസ്റ്റൂട്ടർ ഉണ്ടായിരുന്നു, ബാറ്റി ഗോൾ എന്ന് പറഞ്ഞിട്ട്. ചെമ്പൻ മുടി ഇങ്ങനെ ഇത്ര നീളത്തിൽ മുടിയൊക്കെ വളർത്തിട്ട് അടിപൊളി കളിക്കാരനായിരുന്നു. പിന്നെ റിക്കോൽമി, അയാള, റോബർട്ടോ അയോള, സാവിയോള, സിമിയോണി, മഷറാനോ, വെറോൺ, ക്രസ്പോ, ടെവസ്, ഹിഗ്വൈൻ, അഗ്യൂറോ, അങ്ങനെ ഒരുപാട് കളിക്കാരാണ്. ഇത് എമിലിനിയ മാർട്ടിനസ് നല്ല ഗോൾ കീപ്പറല്ലേ, അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമാണ്. ഇപ്രാവശ്യം അവരടിക്കുമോ? അർജന്റീന കപ്പടിക്കാൻ ആഗ്രഹമുണ്ട് നമ്മൾ, പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് പറയാനില്ല. എന്തായാലും സെമി ഉറപ്പാണ്. സെമി വരെയുള്ള റൂട്ട് അവരെ ക്ലിയറാണ്. അതുകൊണ്ട് സെമിയിൽ ചിലപ്പോൾ ജർമ്മനി ആയിരിക്കും എതിരാളിയായിട്ട് വരിക. ജർമ്മനിയോട് അങ്ങനെ അധികം ജയിച്ച ചരിത്രമില്ല വേൾഡ് കപ്പിൽ അർജന്റീന. മിക്കവാറും തോറ്റിട്ടുള്ളത് 2014 വേൾഡ് കപ്പിൻ്റെ ഫൈനലടക്കം അറിയാം. അല്ല, ഇപ്പൊ അർജന്റീന ടീം ഒന്ന് ചേഞ്ച് ആയ പോലെ ഉണ്ട്. ഇപ്പൊ കളി ഉഷാറായി, ഡിഫൻസ് നന്നായിട്ടുണ്ട്. കോച്ച് മാറി എന്നൊക്കെ പറയണ ഇല്ല, കോച്ച് കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് എടുത്ത കോച്ച് തന്നെ സ്കലോണി. വേൾഡ് കപ്പ് മറ്റേ കോപ്പ അമേരിക്ക ഒക്കെ സ്കലോണിയുടെ കീഴിലാണ് എടുത്തത്. വേറെ വിഡിത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാൻ പാടില്ല. ഇവര് അർജന്റീന 2 ഗോള് എതിർ ടീമിന് അടുത്ത വഹിക്കും. നല്ല നല്ല കളിക്കാരനാണ്ട് കയറ്റി. നമ്മുടെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഫൈനലില്ലേ നല്ല നല്ല കളിക്കാരനാണ്ട് കയറ്റി. കളിക്കാരനെ കയറ്റിയ വഴിക്ക് ഒമ്പാപ്പ ടീമിന് ഭയങ്കര ഉഷാറ് വന്നു. അവരാണ്ട് കയറാണ്ട് നിരത്തി അടിച്ച ഗോളെ കണ്ടിട്ട് വീട്ടിയവര്. ഇത് അർജന്റീനക്കാർക്ക് നല്ല പാട്ടാണ്. അത് ചെയ്യാൻ പാടില്ല. അതന്ന് കോച്ചിന്റെ എന്തോ സംഭവിച്ചെന്നറിയില്ല. ഫസ്റ്റ് ഗോൾ ഇട്ടു. അർജന്റീന മാലാക ഉണ്ട്, ഡിമരിയനെ പിൻവലിച്ചതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അതാണ് അന്ന്, അല്ലെങ്കിൽ ഫൈനലില് അത് ജയിച്ചത്. അത് ആ കളി ബ്രസീലിന്റെ കളി ജയിച്ചതാണ്. അത് കോപ്പയില്, ഇത് വേൾഡ് കപ്പിൽ ഇങ്ങനെ തന്നെ ഉണ്ടായത്. ഫൈനലില് ഡിമരിയാണല്ലോ ഗോളടി ജയിപ്പിക്കണം. പെനാൽറ്റി മെസ്സി അടിച്ചു, രണ്ടാമത്തെ ഗോള് ഡിമരി അടിച്ചു. മറ്റേ ഫ്രാൻസിലെ ടീമിന്റെ പേര് പിന്നെ ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസാണ് എതിരുണ്ടായിരുന്നത്. പിന്നെ എംബായി ഡിമരിയനെ പിൻവലിച്ചു ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ. അതിനുശേഷമാണ് എംബാപ്പെ ശക്തി പ്രാപിച്ചത് ഫ്രാൻസ്. അപ്പോൾ എംബാപ്പെ 2 ഇട്ട് കൊടുത്തു. പിന്നെ 3 പിന്നെ മെസ്സിയാണ് മടക്കിയിട്ട് 3-3 ആക്കിയിട്ടാണ് പെനാൽറ്റിക്ക് പോകുന്നത്. നല്ല കളിയായിരുന്നു, തീ പോർന്ന പോരാട്ടമായിരുന്നു കേട്ടോ. കളി നല്ല കളിയാണ്, പക്ഷെ ചെയ്ത് വിട്ടിത്തരായി. കോച്ചിന് എന്ത്, അതുവരെ നല്ല കോച്ച്, നല്ല തീരുമാനങ്ങളായിരുന്നു. ആ നിമിഷം അദ്ദേഹത്തിന് എന്താ നല്ല പാസിംഗ് അടിപൊളി കളി അർജന്റീന കളിച്ചായിരുന്നു. പക്ഷെ ഭാഗ്യം കൂടെ നിന്നു, അതുകൊണ്ടാണ് വേൾഡ് കപ്പ് കൈ കിട്ടിയത്. നല്ല ചങ്കിടിച്ച് പോയ നിമിഷങ്ങളായിരുന്നു അത്. ഇതിൽ പേഴ്സണലായിട്ട് എനിക്കൊരു കാര്യം കൂടി വീഡിയോയിൽ പറയണതിന്,
ഞങ്ങൾ വീട്ടിലിങ്ങനെ വീഡിയോസ് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഡിമരിയെ പിൻവലിച്ചപ്പോഴാണ് അവർ നല്ല സ്ട്രോങ് ആയിട്ട് ജിറോഡും മറ്റേ ഡെമ്പാലൊക്കെ ഇപ്പോൾ പവർ കൂടി. അവർ എക്സ്ട്രാ കളിക്കാരെ നല്ല പവർഫുൾ ആയിട്ടുള്ള കളിക്കാരെ ഇറക്കി, നല്ല റണ്ണിങ്ങുള്ള കളിക്കാരാണ് മറ്റേ ഫ്രാൻസിന് കോച്ചിറക്കിയത്. വെള്ളം കുടിപ്പിച്ചിറക്കണ്. സത്യം ഞാൻ അർജന്റീന ഫാൻസാണ്. പക്ഷെ എനിക്ക് പറയാൻ കഴിയും അർജന്റീന നന്നായി വെള്ളം കുടിച്ച ടൈമിൽ അവരുടെ വേഗതക്കൊപ്പം എത്താൻ അർജന്റീന 3 കളിക്കാർ കയറിയ ശേഷമാണ് ഇവര് ടൈറ്റ് ആയത്. നമ്മുടെ അർജന്റീന പകരം ഇറങ്ങിയവര് അത്ര എത്തിയില്ല. ജയിക്കാൻ കാരണം അർജന്റീന ഗോളിയാണ്, ഗോൾ കീപ്പർ കളിയുടെ കഴിവുകൊണ്ടല്ലേ. എമിലിയാനോ മാർട്ടിനസിന്റെ ഒരു മെസ്സിക്ക് വേണ്ടി ഒരു കപ്പ് നേടുമെന്ന് പറഞ്ഞ വാശി തന്നെയാണ് നേടാൻ. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പിന് മുന്നേ ഞങ്ങൾ പോരാടും മെസ്സിക്ക് വേണ്ടിയിട്ടാണ്. ആ പോരാട്ടം പൂർണ്ണതയിൽ എത്തിച്ചത് ഗോൾ കീപ്പറാണ്. അത് ആ ഷൂട്ട് ഔട്ടിലായിക്കോട്ടെ എന്തായാലും നല്ല പ്രകടനം. ലാസ്റ്റ് ആ ജിറോഡിന്റെ കൊളീനെയോ എന്തൊരാള് അദ്ദേഹത്തിന്റെ ഷോട്ടാണല്ലോ ലാസ്റ്റ് നിമിഷം കാലം ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചത്. ആ ദൈവത്തിന്റെ കാല് കയ്യിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടാഗ് ലൈനൊക്കെ വന്നിരുന്നു. അതാ അസാധ്യമായ നിമിഷം. ഞാൻ നേരത്തെ പറഞ്ഞു വന്നില്ലേ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് മത്സരം കാണായിരുന്നു. അപ്പോൾ നമ്മൾ പരാജയത്തിന് വക്കിലെത്തുമ്പോൾ നമ്മുടെ മദറിനിലോ അമ്മായിയമ്മ പറഞ്ഞു അത് നമ്മുടെ ചെക്കൻ തൂക്കും പറഞ്ഞു, മെസ്സി തൂക്കും കപ്പ്, മക്കളെ പേടിക്കേണ്ട പറഞ്ഞു. കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് മൊത്തം അവിടെ മൊത്തം അർജന്റീന ഫാൻസാണ് എല്ലാവരും, അപ്പുറത്തും അപ്പുറത്തൊക്കെ. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങൾ 5 സഹോദരങ്ങളും വീട്ടുകാരും ഒക്കെ മൊത്തം മെസ്സി ഫാൻസാണ്. മെസ്സി അല്ല അർജന്റീന ഫാന്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ മാറ്റില്ലാതെ തുടരുന്നുണ്ട്. അതിന് കുറച്ച് വേറെ കാര്യങ്ങളും കൂടി ഉണ്ട്. എന്തായാലും ഇത്തവണത്തെ വേൾഡ് കപ്പ് കുറച്ച് പ്രശ്നത്തിൽ തന്നെയാണ്. ഇറാനും അമേരിക്കയും കൂടിയിട്ടുള്ള ഒരു സംഘർഷം നടക്കുന്നത്. ഇസ്രായേലും കൂടിയിട്ട് അമേരിക്കയിലാണ് വേൾഡ് കപ്പ് നടക്കുക. അമേരിക്കയും മെക്സിക്കോയും പിന്നെ വേറെ രാജ്യം കൂടിയിട്ടില്ലേ കാനഡയും കൂടിയിട്ടാണ് വേൾഡ് കപ്പ് നടത്തുന്നത് സംയുക്തമായിട്ട്. ഈ 3 രാജ്യങ്ങളിലെ പേര് ചേർത്തിട്ടാണ് ഫുട്ബോളിന് ഇപ്രാവശ്യം കളിക്കുന്ന ഫുട്ബോളില്ലേ പേര് ട്രിയോണ്ട എന്നാണ് ഫുട്ബോളിൻ്റെ പേര്, ബോളിൻ്റെ പേര്. ആ 3 ട്രീ എന്ന് പറഞ്ഞാൽ 3 ആണ് ട്രിയോണ്ട. 3 രാജ്യങ്ങളുടെ കൂടി സംയുക്തമായിട്ടുള്ള പേരാണ് ബോളിന് കിട്ടിയിരിക്കുന്നത്. ആ പന്ത് നിർമ്മിച്ചിരിക്കുന്ന അഡിഡാസ് നമ്മുടെ എന്താ പറയുക ഇന്ത്യയിലല്ല പാകിസ്ഥാനിലെ സിയാൽകോട്ടിലോ അവിടെയാണ് ഫുട്ബോൾ നിർമ്മിച്ചിട്ടുള്ളത് കമ്പനി. പേര് മാറിച്ച ക്ഷമിക്കണം കേട്ടോ. പാകിസ്ഥാനിലാണെന്ന് അറിയാം, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, മുന്നേ വായിച്ചിട്ടുള്ള അറിവാണ്. ബാബട്ട് എന്താ നോക്കണേ? ഇന്ന് ഏതാ കളി നോക്കുക? മൂപ്പര് ഫുട്ബോള് കാണില്ല എന്നൊക്കെ പറയും, പക്ഷെ അതിൻ്റെ നല്ലൊരു ആരാധകനാണ്. സംഭാഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് അദ്ദേഹം അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല, പക്ഷേ രഹസ്യ സംഭാഷണങ്ങളിൽ നന്നായിട്ട് പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. കുട്ടൻ്റെ ഫേവറേറ്റ് ടീം ഏതാ? അർജന്റീന. അടിപൊളി. അവിടെ ആയിക്കോട്ടെ. അപ്പൊ നമ്മളൊക്കെ അർജന്റീനക്കാരല്ലേ. പിന്നെ നല്ല കളി എല്ലാവരെയും ഞാനത് ഒരു സംശയമില്ല. അർജന്റീന കളി കഴിഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ബ്രസീൽ തന്നെയാണ്. അത് ഏത് കാലത്തും എങ്ങനെയാ, അത് എല്ലാവരും കളി ഇഷ്ടമാണ്. റൊണാൾഡിനോടുള്ളൊരു ഇഷ്ടാട്ടോ. മുടിയുണ്ടായിരുന്നില്ലേ റൊണാൾഡിനോ, അദ്ദേഹം 2002 വേൾഡ് കപ്പിൽ മറ്റേ ഇംഗ്ലണ്ടിനെതിരെ നേടിയ കരിയില കിക്ക് പറഞ്ഞൊരു ഗോളുണ്ട്, ഒരു ഫ്രീ കിക്ക് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് അടിച്ചിട്ടുള്ള. അയ്യോ അത് ശരിക്കും അന്ന് ഇംഗ്ലണ്ടിലെ ഗോൾ കീപ്പർ അന്ന് നമ്പർ 1 ആയിരുന്നു. അദ്ദേഹം നിഷ്പ്രഭനായി പോയി. ഒന്ന് ചാടി പുറത്തേക്ക് പോകുന്ന ബോൾ എന്ന് കരുതിയാണ് തൂങ്ങി ഇറങ്ങിയത് ഉള്ളിലേക്ക് വിടുന്നത്. അങ്ങനെയുള്ള അപൂർവ നിമിഷങ്ങൾ തന്നെയാണ് ഫുട്ബോളിനെ മഹത്തരാക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഫുട്ബോൾ കാണാം. ഞങ്ങൾ ഫ്ലെക്സ് ഒന്നും വെക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ ഫുട്ബോളിൻ്റെ കടുത്ത ആരാധകരാണ്. വേൾഡ് കപ്പ് മാക്സിമം കാണുന്ന ശ്രമിക്കുന്നതാണ്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഉറക്കം വിളിച്ച് വേൾഡ് കപ്പ് കണ്ട് പിന്നേന്ന് ജോലിക്ക് പോകാൻ കഴിയില്ല. നമ്മളെ ഇന്ത്യൻ ടൈം 3:30 ആ സമയത്തല്ല കളി. പക്ഷെ അർജന്റീന കളി നമുക്ക് കാണാൻ പറ്റും. രാത്രി 10:00, കാലത്ത് 7:00, കാലത്ത് 6:30 അങ്ങനെ വരുന്നു 3 കളി. ഗ്രൂപ്പ് സ്റ്റേജ് ഇട്ടോ. സെക്കൻഡ് സ്റ്റേജ് എന്താണ്ടാവുക, പ്രീ ക്വാർട്ടർ എന്താണ്ടാവുമെന്ന് അറിയില്ല. ഗ്രൂപ്പ് സ്റ്റേജ് സമയത്ത് ഒന്ന് വിളിച്ച് പറയണം. ഞാൻ പറയാം, ഞാൻ എന്തായാലും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. നാളെ കളി ചെന്നെ പറയണേ. വേണ്ട, കളി ടൈമിൽ ഞാൻ വിളിക്കാം. നമ്മൾ ഡ്യൂട്ടി സമയം പോയിട്ട് 506 ചാൻഡ് എടുക്കണം നോക്കണം. 506 സൺ ഡയറക്റ്റിൽ 506 നമ്പർ. നമ്മുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. അതാണ്. അപ്പോൾ എല്ലാവർക്കും വണക്കം. എല്ലാവർക്കും ഒരു വേൾഡ് കപ്പ് ആശംസകൾ. എല്ലാവരും കളി കാണുക, നിരീക്ഷിക്കുക, വിശകലനം ചെയ്യുക, പരസ്പരം തല്ലുകൂടാതെ അല്ലേ. ഇത് 2 മാസത്തിനുള്ളിൽ ഈ ഫുട്ബോൾ മാമാങ്കം അവസാനിക്കും. നമ്മൾ നാളെയും കാണേണ്ടവരാണ്. ഒന്നിച്ച് തോളിൽ കൈയിട്ടിട്ടും
സംസാരിച്ചും ചിരിച്ച് കളിച്ചും ചായ കുടിച്ചും പരസ്പരം പങ്കുവെച്ചും ജീവിക്കേണ്ടവരാണ്. ആരാധന ആവാം, അമിതാവേശമാവരുത്, ആവേശമാവാം. പരസ്പരം ശത്രുക്കളാവാതിരിക്കുക, ഫുട്ബോളിനെ സ്നേഹിക്കുക. എല്ലാവരും എല്ലാം മറന്ന് ഫുട്ബോളിനെ സ്നേഹിച്ചിട്ട് ഈ 2 മാസക്കാലം ഫുട്ബോൾ വേൾഡ് കപ്പിനൊപ്പം സഞ്ചരിക്കുക. എല്ലാം മറക്കുക. 2 മാസം ഉണ്ടാവും. അപ്പോൾ പാവട്ടാ 48 പ്രേക്ഷകരോട് എന്താ പറയാള്? പ്രേക്ഷകരോട് ജിതേഷ് പറഞ്ഞത് തന്നെ, എല്ലാവരും നല്ല പോലെ ഇരുന്നൊരു കളി കാണുക, കച്ചറില്ലാണ്ട് കളി കണ്ടിട്ട് നീച്ചു പോവുക. കൂടുതൽ ഷോ വേണ്ട. ഞാൻ ബ്രസീലുകാരനാണ്, ഓൻ അടിക്കുന്ന കണ്ടില്ല, ഞാൻ അർജന്റീനക്കാരനും അടിക്കുന്നുണ്ട്, ഞാൻ മെക്സിക്കോ ആണ്, ഫ്രാൻസ് ആണ്, അങ്ങനൊന്നും പറയണ്ട. കളി നല്ലപോലെ ഇരുന്ന് കാണുക, അതിൽ സഹകരിക്കുക, കളി കാണുക, കച്ചറില്ലാണ്ട് വീട്ടിൽ നീച്ച് കുടുംബത്തേക്ക് പോവുക. കുറച്ചൊക്കെ സന്തോഷം. ആർപ്പ് വിളിക്കുക, ചാടുക, ടാസ്കൊക്കെ ചെയ്യുക. പരസ്പരം വ്യക്തിപരമായിട്ടാരും പരസ്പരം ശത്രുക്കളാവാതിരിക്കുക, ആക്രമിക്കാതിരിക്കുക. എന്നിട്ട് എന്താ കാര്യം? നേരം വിളിച്ചപ്പോൾ കാണേണ്ട ആൾക്കാർ തന്നെയാണ്. അതെ അതെ, വെറുതെ കച്ചറിട്ട് ഒരു കാര്യമില്ല. കളി കഴിഞ്ഞ് അവരവരെ പാട്ടിൽ പോകും. ഇവിടെ തല്ലുപിടി കഴിഞ്ഞിട്ട് ചായ നിന്നൊക്കെ അവിടെ എടുക്കും, അവരോട് ഒന്നായി നടക്കുകയും ചെയ്യും. അതെ. അപ്പോൾ നമ്മുടെ രതീഷ് പാലക്കലുണ്ട് ഇവിടെ. അദ്ദേഹമാണ് വീഡിയോ ചെയ്തിരുന്നത്, ക്യാമറ കൈകാര്യം ചെയ്ത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായം കൂടി നമ്മുടെ വേൾഡ് കപ്പിനെ കുറിച്ച് ചോദിക്കാലോ. അല്ല, ഇതെന്ത് വേഷടാ? അത് മഴക്കാലല്ലേ, അപ്പോൾ അതുകൊണ്ട് തണുപ്പിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെച്ചതാണ്. സതി തണുപ്പല്ലേ? എന്തായാലും ഈ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിൽ തണുപ്പൊക്കെ പോയി ചൂടാവില്ലേ? നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പറയൂ, വേൾഡ് കപ്പിനെ കുറിച്ച് 2 വാക്ക് കൂടി പറയും. എന്താണ്, നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ കളി. അപ്പോൾ എല്ലാവരും കളി കാണുക. ഓക്കെ, ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം.